എൻ്റെ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ രാവിലെ 6 മണിയോട് കൂടി തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. ഓക്കെ, ഇത് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ്റെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനും കുറച്ച് ഭാഗങ്ങളാണ്. കാരണം ഞാൻ പയ്യന്നൂരിന്നും എൻ്റെ കസിൻസ് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ 6:30 പരശുവിനാണ് കേട്ടോ പോയത്. രാവിലെ തന്നെ ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് കോഴിക്കോട് എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ പോയത് ഫുഡ് അടിക്കാനാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്തി. ഇതെൻ്റെ കസിൻസ് ആട്ടോ. രാവിലെ തന്നെ ഞങ്ങൾ പുട്ടാണ് ഗൈസ് കയറ്റിയത്. പുട്ട് കയറ്റി. പിന്നെ വിളിക്കല്ലേ. മധുര സ്വപ്നങ്ങളേകും ജയലക്ഷ്മി സാരീസ്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി രാവിലെ തന്നെ എങ്ങോട്ടൊക്കെ പോയി നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഗസ്. അതെ ഗസ്, ഞങ്ങൾ കോഴിക്കോടുള്ള ജയലക്ഷ്മി സിൽസിലോട്ടാണ് ഗസ് രാവിലെ തന്നെ പോയത്. അതിരാവിലെ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ അവിടെ എത്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ വിരലിലുണ്ടാവുന്ന കുറച്ച് സ്റ്റാഫും ഞങ്ങളും പിന്നെ കുറേ വെള്ളയിൽ മുടി കിടക്കുന്ന പ്രതിമകളും മാത്രമായിരുന്നു ഗസ് അവിടെ ഞങ്ങൾ കണ്ടത്. വേറെ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ പതുക്കെ വരുന്നത്രേ. എനിവേ ഞങ്ങൾ അതിലേക്കൂടെയൊക്കെ നടന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ സെറ്റിലിരുന്നു ഗൈസ്. അപ്പോൾ ഒരു ചേച്ചി ചായയായിട്ട് വന്നു. ഞങ്ങൾക്ക് രാവിലെ തന്നെ ചായയും പുട്ടും കിട്ടിയത് കൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ വന്ന് 5 കുട്ടി മാത്രം ഒരു ഗ്ലാസ് കോഫി എടുത്തു ഗൈസ്. ടെൻഡൻ. അങ്ങനെ ഞങ്ങൾ അടുത്ത കലാപരിപാടി ഇട്ടിട്ട് തുടങ്ങി. സാരി സെലക്ഷൻ. ഇതാണ് ഗൈസ് ഞങ്ങൾ എടുത്ത സാരീസ്. അങ്ങനെ ഞങ്ങൾ സാരിയൊക്കെ കൺഫേം ആക്കിയതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഗൈസ്. ഈ ചേച്ചി ആട്ടോ ഞങ്ങൾ അത്രയും സമയം സഹിച്ച് ക്ഷമിച്ച് ഞങ്ങൾ കൂടെ നിന്ന ചേച്ചി. ഈ ചേച്ചിയുടെ പേര് ഷീബ ചേച്ചിയാണ്. എൻ്റെ ഷീബ ചേച്ചി ഹായ്, താങ്ക് യു സോ മച്ച്. എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ നെഹന്തി മന്തിയിലോട്ടാണ് പോയത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ അവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 5 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഗൈസ്. ഇതിലത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ വൈകിട്ട് 5 മണിക്കത്തെ പരശുവിനെ തിരിച്ചു വരാമായിരുന്നു ഗൈസ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്ക് തന്നെ പരശു അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ പുറകിലത്തെ നേത്രാവതിക്ക് കയറാൻ വേണ്ടി നോക്കി. നേത്രാവതിയിലോട്ട് അടുക്കാൻ പറ്റാത്ത തിരക്കായിരുന്നു ഗൈസ്. പിന്നെ റിസർവേഷനിൽ കയറാൻ വേണ്ടി ഇരുന്നത് ഞങ്ങളുടെ പോലീസുകാർ വന്ന് അടിച്ചോടിച്ചു ഗൈസ്. എന്തായാലും ഞങ്ങൾക്ക് ആ ഒരു ട്രെയിനും മിസ്സായി. ഞങ്ങൾ ഇനി നേരെ പോയത് KSRTC ബസ് സ്റ്റാൻഡിലോട്ടാണ് ഗൈസ്. സത്യമായിട്ട് ഞങ്ങളുടെ 4 പേരുടെ അവസ്ഥ ഇതായിരുന്നു ഗസ്. തുള്ളിച്ചാട് ജയലക്ഷ്മി കയറിയ ഞങ്ങൾ മരിച്ച് പണ്ടാരടങ്ങിയിട്ടായിരുന്നു ഗസ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയത്. എന്തായാലും നല്ല അടിപൊളി ഒരു ട്രിപ്പായിരുന്നു കേട്ടോ. അതിൻ്റെ അടുത്തൊരു ചെറിയൊരു കോമഡി ഉണ്ടായി. ഓക്കെ, അതിന് ശേഷം നേത്രവതിക്ക് ശേഷം 6:15 ട്രെയിൻ ഉണ്ടായിരുന്നു. 6:15 ട്രെയിൻ പോയി 8:50 മാത്രമേ വീട്ടിലെത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിന് മുന്നേ എത്താൻ വേണ്ടിയിട്ടാണ് ഗസ് ഞങ്ങൾ ബസ്സിന് വന്നത്. ഞങ്ങൾ എത്തിയതുണ്ടല്ലോ ഗൈസ് 10:30 ഗസ് ഞങ്ങൾ കണ്ണൂർ KSRTCയിൽ എത്തുന്നത്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോടിനോട് വിട പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ് ഗൈസ്. എന്തായാലും നല്ലൊരു ഹാപ്പി ഡേ തന്നെയായിരുന്നു. കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഞങ്ങൾ 4 പേരും ഒരുപോലെ എൻജോയ് ചെയ്തത് നല്ലൊരു ഡേ തന്നെയായിരുന്നു കേട്ടോ. ഈ ഒരു ജയലക്ഷ്മി താങ്ക് യു സോ മച്ച് ജയലക്ഷ്മി. അങ്ങനെ കണ്ണൂരും കുറേ സമയം ഞങ്ങൾ 10:00 കൂടി കണ്ണൂർ KSRTCയിലെത്തി. പക്ഷെ അവിടെ കുറേ സമയം വീണ്ടും കുറേ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ കണ്ണൂരിൽ നേരെ ഞങ്ങൾ എരിപുരത്ത് ഏട്ടൻ്റെ ജയലക്ഷ്മിക്ക് ഇത്രയും നല്ല പ്രൊമോഷൻ. എന്തായാലും ജയലക്ഷ്മി സിൽസിലോട്ടുള്ള ഈ ഒരു ഡേ ഉണ്ടല്ലോ ഞാൻ ഒരിക്കലും മറക്കില്ല ഗൈസ്. കാരണം അത്രയ്ക്ക് നല്ല അടിപൊളിയായിരുന്നു. എന്തായാലും ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് വീട്ടിലെത്തി ഗൈസ്. നല്ല ടയേർഡായിട്ട് തന്നെ അമ്മയോട് വീട്ടിൽ ചോറിൽ വെള്ളം ഒഴിക്കരുതെന്ന് ഞാൻ ആദ്യമേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിമേ ഞാൻ ഫുഡൊക്കെ കഴിച്ചു ഗൈസ്. അങ്ങനെ ഞാൻ ഉറങ്ങട്ടെ ഗൈസ്. ഗുഡ് നൈറ്റ്.